ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണപീഠം കണ്ടെത്തിയതിന് പിന്നാലെ ഗൂഢാലോചന ആരോപണവുമായി സർക്കാരും ദേവസ്വം ബോർഡും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിക്കാനാകില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ പലതും വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടെന്ന് സഹോദരി മിനി ദേവി പറഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയുടെ പീഠം കാണാനില്ലെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണപീഠം തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഈ മാസം 25-നാണ് പീഠം ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിൽ എത്തിച്ചത്. സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്. നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന്. സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുകയാണ് സർക്കാർ. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പ് സ്വർണ്ണപീഠം കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാണാതായ സ്വർണ്ണപീഠം കണ്ടെത്തിയെങ്കിലും സംഭവത്തിൽ വിവാദങ്ങൾ തുടരാനാണ് സാധ്യത. സർക്കാരും ദേവസ്വം ബോർഡും തന്നെയാണ് വിഷയത്തിൽ ഗൂഢാലോചന ആരോപിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.